വൈകിട്ടത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പതുക്കെ തൂത്ത് വരാൻ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ചേട്ടായിക്കും അച്ചാച്ചിക്കുമൊക്കെ ആലപ്പുഴ വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ അതിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആലപ്പുഴ വരെ പോയിക്കോട്ടോ. ഞങ്ങൾ നേരത്തേക്കിന് മുറ്റമെല്ലാം തൂത്തുവാരി വൃത്തിയാക്കും കേട്ടോ. നമ്മൾ അത്തവിട്ടേൻ്റെ ഒന്നും മുറ്റത്തുനിന്ന് മാറ്റിയിട്ടില്ലായിരുന്നു. പൂവൊക്കെ മാടാതെ കിടക്കുന്നതുകൊണ്ട് അതൊരു ഭംഗിക്ക് 2-3 ദിവസം കൂടെ കിടന്നോട്ടെ എന്ന് ഓർത്ത് അവിടെ തന്നെ ഇട്ടേക്കുമായിരുന്നു. ഇന്നതെല്ലാം മാറ്റി കേട്ടോ. പൂവൊക്കെ കണ്ടമാനം വാടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് കൊതുകുണ്ട് കേട്ടോ. കുറേ കൊതുകുതിരി അതിലെ ഇതിലായിട്ടൊക്കെ കത്തിച്ച് വെച്ചിട്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുമ്പം കൊതുകുതിരി നല്ലപോലെ വേണം. കാരണം അവൾ ഒരിടത്ത് തന്നെ ഇരിക്കുകയല്ലോ, മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് നമുക്ക് കൊതുകുതിരി വേണം കേട്ടോ. അതുകൊണ്ട് 2-3 കൊതുകുതിരി ഇരിപ്പുണ്ട് മുറ്റത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ തൂത്തുവാരലൊക്കെ കഴിഞ്ഞ് കയറി. പിന്നെ കുരിശ് വരയ്ക്കാനൊക്കെ ആയിട്ടാട്ടോ കയറിയത്. മുറ്റത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ഭയങ്കര മടിയാട്ടോ അകത്തേക്ക് കയറാൻ. പിന്നെ നമ്മൾ ബലം പിടിച്ച് കരച്ചിലൊക്കെ കണ്ട് വേണം അകത്തേക്കൊന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട്. പിന്നെ അവളെല്ലാം എടുത്ത് പറക്കി നമ്മൾ കഴിച്ച് പറക്കിയൊക്കെ കയറ്റി ഞാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുരിശ് വരയ്ക്കാനായിട്ടിരുന്നു. കുരിശ് വരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കൂടിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോയത്. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ തറയിലിടാനുള്ള സാധനങ്ങളാണ് ഇത്. പോയിട്ട് വന്ന വഴിക്ക് അച്ചാച്ചി മീനൊക്കെ മേടിച്ചുകൊണ്ടാട്ടോ വന്നത്. അപ്പം മീന് ഭയങ്കര വിലയാന്നൊക്കെ അച്ചാച്ചി ഒന്ന് പറയും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് പതുക്കെ ഈ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വന്ന കേട്ടോ. അപ്പം കൂട് വെച്ചേക്കുന്നതിൻ്റെ ഇങ്ങോട്ടായിട്ട് ലൈറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ 2 എമർജൻസി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പേരക്കമ്പി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെട്ടത്തിലൊക്കെ നിന്നൊക്കെയാണ് കേട്ടോ എല്ലാം വയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ഇതാട്ടോ ഞങ്ങളുടെ പട്ടിയുടെ പഴയ കൂട്. നല്ല കൂടായിരുന്നു കേട്ടോ. ഇവനിങ്ങനെ ഇപ്പോഴും പൊങ്ങി നിൽക്കണം. അങ്ങനെ അവൻ പൊങ്ങി നിന്ന് അതിൻ്റെ മേൽക്കൂരയെല്ലാം കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇച്ചിരി ഹൈറ്റിലാണ് ഈ കൂടടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലവനൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കാരണം കുഞ്ഞ് പകൽ ഉറങ്ങാത്തതുകൊണ്ട് അവർക്ക് ചോറ്